നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് NDA സ്ഥാനാർത്ഥി അനിൽകുമാറിനോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. അദ്ദേഹത്തിന്റെ വാർഡിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് അനിൽകുമാർ. ഈ നാട്ടിൽ എല്ലാവരും എന്നെ രാജു എന്ന് വിളിക്കും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ സ്ഥാനാർത്ഥിയായി നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ പഴിഞ്ഞിക്കോണം 6-ാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് രാഷ്ട്രീയത്തിലുപരി ഈ നാടിൻ്റെ അടിസ്ഥാന വികസനങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. വിവിധങ്ങളായ കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരനിൽ എത്തുന്നതിൽ ഇവിടെ വളരെ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണിത്. ഡീലിമിറ്റേഷൻ വന്നപ്പോൾ രണ്ട് LDFൻ്റെ 2 മെമ്പർമാരുണ്ടായിരുന്ന വാർഡുകൾ ഒന്നായി മാറി എന്നതാണ് ഈ വാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത. വിവേചനപൂർവമായ വികസന പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികൾ വിവേചനപൂർവമായി അർഹരിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി ഉണ്ടാകേണ്ടതാണ് ഈ വാർഡിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. കരിങ്ങാൽ പുഞ്ച ഉൾപ്പെടുന്ന ഈ വാർഡിൽ പ്രാദേശിക ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉറവ് നൽകുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നാളിതുവരെ ഉണ്ടായിരുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ വാർഡിൻ്റെ വലിയൊരു പോരായ്മയാണ്. വികസന പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതി, കിസാൻ സമ്മാൻ നിധി പോലെയുള്ള പദ്ധതികൾ നൂറുകണക്കിന് ആളുകൾക്ക് ഈ വാർഡിൽ ലഭ്യമാകുന്നുണ്ട്. നമ്മൾ ഓരോ വീടാന്തരവും കയറി ഇറങ്ങുമ്പോൾ അമ്മമാരുടെ അല്ലെങ്കിൽ ആ കുടുംബം പോറ്റുന്നവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി അവർക്ക് കിട്ടുന്ന ആ ആനുകൂല്യത്തിൻ്റെ സന്തോഷമാണെന്ന് നമുക്ക് ബോധ്യമാകും. അത്തരം വികസന പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ വികസന പദ്ധതികൾ നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ എത്തിച്ചിട്ട് ഈ ഗ്രാമത്തെ വികസനോന്മുഖമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ നാടിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്താൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യത്തിന് ആവശ്യമായ ഒരു പദ്ധതിയും നാളിതുവരെ ഈ പഞ്ചായത്ത് ഭരണസമിതിയോ അതിന് അർഹരായി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളോ മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യമാണ്. അത്തരം പദ്ധതികൾക്ക് ആവശ്യമായ, ഇവിടെ യുവാക്കൾക്ക് ആവശ്യമായ തൊഴിൽ നൈപുണ്യ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുക. ഇന്ന് ഇവിടുത്തെ കുട്ടികൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന കളിസ്ഥലമില്ലായ്മ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെ ഇപ്പോൾ കായികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൈ എടുത്ത് എന്നെ കൊണ്ടാവുന്ന വിധം നിങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിൽ ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഒരാളായി, നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജനപ്രതിനിധിയായി മാറാൻ എനിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് സത്യസന്ധമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവിടെ മത്സരിക്കുന്നത് നമ്മുടെ നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിന്റെ നിലവിലുള്ള മെമ്പറായ അഡ്വക്കേറ്റ് KK അനൂപാണ്. ഒരുപക്ഷെ ഈ നാട്ടിലെ അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെ നൂറനാട് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീ KK അനൂപിനും ബ്ലോക്ക് ഡിവിഷനിലേക്ക് ജനവിധി തേടുന്ന അഞ്ജലി അരുണിനും താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അവരെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.